ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നിൻ്റെ ഒരു കുഞ്ഞ് മോർണിംഗ് റുട്ടീനാണ്, ഒരു മോർണിംഗ് വീഡിയോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എണീറ്റപ്പം കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ഞാൻ വേഗം കിച്ചണിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ തണുപ്പ് പോകാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ അതിൻ്റെ പൊടി ഞാൻ ഇന്നലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഗ്രീൻ പീസും ഞാൻ കുറച്ചധികം സോക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നു, ഫ്രീസറിൽ. അതും എടുത്ത് പുറത്ത് വെച്ചു. ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടോ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പണി തലേ ദിവസം തന്നെ ചെയ്ത് വെക്കും. അതാകുമ്പോൾ പിറ്റേ ദിവസം വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ പോകും. ഇനി അഥവാ ലേറ്റായിട്ട് എണീക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാഷിംഗ് മെഷീനിൽ ജസ്റ്റ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ ആകെ കോളായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്കിന്നിലൊക്കെ ഇങ്ങനെ മുഖത്ത് അവിടെ വെള്ള പൊടികൾ പോലെയൊക്കെ കാണാം. അത്രയും ഡ്രൈ ആയി കിടക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ കുറേ ആയിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും യൂസ് ചെയ്യലില്ലേനു. ഇപ്പോൾ വീണ്ടും സ്കിന്നൊക്കെ നല്ല പോലെ മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് പൊടികളും ഒക്കെ വന്നിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും പിന്നെ സീറം. ഈ ഒരു മൂന്ന് സാധനങ്ങൾ ഇതെനിക്ക് ബൈ 2 get 1 ന്യൂ ഇയറിൻ്റെ ഓഫറിൽ അങ്ങനെ കിട്ടിയതേനു സീറം. പക്ഷെ നല്ല എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ അക്വലോജിക്കൻ്റെ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ തീർന്നപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് മാറ്റി യൂസ് ചെയ്ത് നോക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ നല്ല റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ വാങ്ങിയത്. അപ്പോൾ സംഭവം എനിക്കത് വർക്കാവുന്നുണ്ടേനു. പിന്നെ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ചോറ് അവിടെ കുക്കായി കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനിയിപ്പം ഗ്രീൻ പീസ് കറിയും പൂരിയും ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വന്ന് അങ്ങനെ കുടിക്കുകയാണ്. അപ്പം ഞാൻ തണുപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര തൊണ്ടവേദന ആണ് കേട്ടോ. രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല തൊണ്ടവേദന ഉണ്ടാവും. രാത്രി കിടക്കുമ്പോൾ നല്ല ചൂടായിരിക്കും, രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ. പിന്നെ ഞാൻ എണീറ്റ് വെള്ളമൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ജമാന എണീറ്റിട്ടുണ്ടേനും. പിന്നെ ഇന്നിപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമില്ലാത്ത മൂഡായതുകൊണ്ട് മെല്ലെ ഞാൻ സോപ്പിട്ട് ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവന് മിക്ക ദിവസം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യൽ. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം ചപ്പാത്തി ഞാൻ ഓൾറെഡി ആക്കിയിട്ടുണ്ട്. ഇസാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇസാൻക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചപ്പാത്തിയൊക്കെ കഴിച്ചാലായി ഫുള്ളാക്കിയാൽ കൂടുതലും ഒരു പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ പകുതി ചപ്പാത്തിയൊക്കെ രാവിലെ കഴിക്കുള്ളൂ. എണീറ്റ പാടെ തന്നെ കഴിക്കാനും മടിയാണ്. പിന്നെ ഒരെങ്ങനായാലും രാവിലെ തന്നെ വായിലും വെച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ. ഉച്ചക്കും രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനാവും. സ്കൂളിലേക്കാണെങ്കിലും ലഞ്ച് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടാട്ടോ മിക്ക ദിവസം നേരത്ത്. അങ്ങനെ ഓൻക്ക് അവിടെ എളിച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഓൻക്കിന്ന് ലഞ്ചിന് ചിക്കൻ ഫ്രൈയും പിന്നെ ഗീ റൈസുമാണ്.
അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിതാ ഗ്രീൻ പീസിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റും. ഇപ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു ചെറിയ പീസ് തക്കാളിയും കൂടി ഇട്ടിട്ട് ആ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ മെയിനായിട്ട് കറി ഉണ്ടാക്കുന്നത് എനിക്കാണ് കേട്ടോ. അപ്പോൾ ഇളച്ചില്ലതുകൊണ്ട് ഓളും, അല്ലാതെ എൻ്റെ മക്കൾ കറി കൂട്ടി കഴിക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. ഇസാൻക്ക് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് മതി. പഞ്ചസാര അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കും. പിന്നെ ഹെസ്സാണ് പിന്നെയും കറിയൊന്നും കൂട്ടാതെ തന്നെ ചിലപ്പം ജസ്റ്റ് ഒരു പേരിന് തൊട്ട് കൂട്ടുള്ളൂ. അപ്പോഴേക്കും ഇസാൻ്റെ ഓട്ടോ വന്നിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ ഓനിതാ ഓട്ടോ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കറിയും കൂടി റെഡി ആയിട്ട് ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലെ എണീറ്റ പാടെ നല്ലപോലെ വിശക്കുന്നുണ്ടാവും കേട്ടോ. കാരണം രാത്രി നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കും. ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല വിശപ്പും ഉണ്ടാവും. അപ്പോൾ ഇസാം പോയ പാടെ തന്നെ വേഗം നമ്മളും പോയി ഫുഡ് കഴിക്കും. അങ്ങനെ ഞാൻ കറിയിൽ കുറച്ച് ഉപ്പൊക്കെ പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല കറി വേണ്ടല്ലോ, കുറച്ച് നല്ല തിക്കായിട്ടാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കൽ. കാരണം അങ്ങനെ കുറേ ഗ്രേവീൻ്റെ ആവശ്യം വേറില്ല, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അങ്ങനെ ആ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ട് പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ടോ. ഇത് ഇന്നലത്തെ കുറച്ച് ചിക്കൻ ഫ്രൈ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി കൂട്ടിയിട്ട് കഴിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ ഹെസ്സ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളൊന്ന് കുളിപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓക്കും നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ.